ക്കെതിരായ 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും പ്ലെയിൻ 11-ലെ സ്ഥാനം അനിശ്ചിതത്വത്തിലാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയ്ക്കുള്ള 2020 ടീമിനെ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. പരിക്കിൽ നിന്ന് മുക്തനായ ശുഭ്മാൻ ഗില്ലും ഹാർദിക് പാണ്ഡ്യയും ടീമിൽ തിരിച്ചെത്തി. മലയാളി താരം സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായി തുടരും. വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മയും ടീമിലുണ്ട്. ഏകദിന പരമ്പരയിൽ വിശ്രമം നൽകിയ ജസ്പ്രീത് ബുംറയും അക്ഷർ പട്ടേലും ടീമിലുണ്ട്. സൂര്യകുമാർ യാദവാണ് ക്യാപ്റ്റൻ. ഡിസംബർ 9-ന് തുടങ്ങുന്ന പരമ്പരയിൽ 5 മത്സരങ്ങളുണ്ട്. എന്നാൽ സഞ്ജുവിനെ കാത്ത് ഒരു തിരിച്ചടിയുണ്ട്. ശുഭ്മാൻ ഗിൽ പരിക്ക് മാറി തിരിച്ചെത്തിയതോടെ സഞ്ജു സാംസന്റെ ഭാവി വീണ്ടും അനിശ്ചിതത്വത്തിലായി. ഗിൽ 2020 ടീമിൽ എത്തിയതോടെ സഞ്ജുവിന് ഓപ്പണിംഗിന് സ്ഥാനം നഷ്ടമായി. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഗിൽ ഓപ്പണറായതോടെ സഞ്ജുവിനെ മധ്യനിരയിലേക്ക് മാറ്റി. ഓസ്ട്രേലിയയിൽ കളിച്ച അവസാന 2 മത്സരങ്ങളിൽ സഞ്ജുവിന് പകരം ജിതേഷ് ശർമ്മയാണ് ടീമിലെത്തിയത്. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ 15-അംഗ ടീമിലും ജിതേഷിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫിനിഷർ എന്ന നിലയിൽ ജിതേഷ് മെച്ചപ്പെട്ട പ്രകടനം നടത്തുന്നതിനാൽ സഞ്ജുവിന് പ്ലെയിങ് 11-ൽ അവസരം കിട്ടിയേക്കില്ല എന്നാണ് സൂചന. എന്നാൽ സായിദ് മുസ്തഫ അലി 2020 ടൂർണമെന്റിൽ മികച്ച പ്രകടനമൊന്നും ജിതേഷിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല.